പിന്നെ ഗൈസ് നമുക്ക് പോകാനുള്ള വണ്ടിയുണ്ട് ഗൈസ്. ഇതാണ് കൊട്ടിയൂര് അമ്പലം. ലൈറ്റൊക്കെ ആയിട്ട് സെറ്റപ്പാണ്. ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മൾ ഇപ്പോൾ പോകാൻ പോകുന്നത് വയനാട് വ്ലോഗിലെ പാർട്ട് 2 ആണ്. തോണ്ടിരിക്കുന്ന ഒരുത്തൻ. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് കൊട്ടിയൂര് അമ്പലത്തിലോട്ട് പോവാണ്. സമയം എന്തൊക്കെ ആയി. പോകാൻ ഇറങ്ങുക 4 മണി. ഈ നമ്മളെല്ലാവരും ടാട്ട പോകുന്ന എല്ലാവരും ഒരുങ്ങി അമ്പലത്തിൽ തന്നെ കണ്ടു. എല്ലാം ക്യാമറ കാണുമ്പോൾ എന്തിനു ഓടുന്നേ? എടാ കുഞ്ഞു, എരിവാണോ? ഗൈസ് നമുക്ക് പോകാനുള്ള വണ്ടിയുണ്ട് ഗൈസ്. പോകാം. എന്തായാലും എന്തോ ചെയ്യുന്നേ? വെള്ളം എന്തോ പറ്റി? എന്തോ ചെയ്യാ? വൈപ്പർ വിളിക്കാനാ? ആ സക്സസ്. എറിയോ? പിന്നെ കല്യാണത്തിൽ ഇങ്ങനെ ഇരിക്കില്ലേ? Many minutes later. വീട്ടു പറഞ്ഞ അവിടെ അത്ര തിരക്ക് കുറവാണ്, രീതിക്ക് കുറവാണ്. അച്ഛമ്മയൊക്കെ എവിടാ? മറ്റേ പ്രധാന ഇതെവിടാ? ലെഫ്റ്റാ? ഇങ്ങോട്ടാ? തിരക്കില്ലല്ലോ ഒട്ടും, നല്ല കുറവ്. അച്ഛാമ്മ കിട്ടി, കണ്ടു കിട്ടി. നിന്റെ കുട ഇനി അവൻ്റെ കൊടുക്കും. ഇനി അവൻ്റെ കുട പിടിക്കാൻ അപ്പോഴാ തിരക്ക് ഭയങ്കര കുറവ്. എല്ലാവരും ഫോണൊക്കെ ആയിട്ട് ഇരിക്കുക. എടി ഇതല്ലേ അവൻ പറഞ്ഞു. ഇതിൻ്റെ പേരെന്തുവാ റോഷ? പൂവാ എന്തോ പൂവാണ്. അതിൻ്റെ പേരെന്തോ? ഓടപ്പൂ. കൊടുക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കേട്ടോ. ഇന്ന് കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഞങ്ങൾ ഇതിന്റെ ഗുണത്തെപ്പറ്റി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ശുദ്ധമായ എണ്ണകൾ ചേർത്ത് തയ്യാർ ചെയ്യുന്ന 2ാം പുഴയാണിത്. 1ാം പുഴേനെ അപ്പുറത്തുണ്ട്. ആംബിയൻസേ നമ്മൾ ഈ ശബരിമല മണ്ട ചെല്ലുമ്പോൾ കിട്ടത്തില്ലടാ അവർക്ക്. ഇത് റോഡുണ്ട്. എവിടെയാ പോകുന്നത്?
ദർശനത്തിലേക്ക് മണിത്തറയിലേക്ക് ദർശനത്തിലുള്ള ക്യൂ. ഒന്നാം വഴിയാട്ടോ അത്. നല്ല വീക്ക് നമ്മൾ പോകുന്നതാണ്. ഇതിനകത്തൂടെ അല്ലേ പോകണ്ടേ? മേളിക്കലാണോ പോകണ്ടേ? അപ്പോൾ ഇത് വഴി ഇറങ്ങുന്നേ? ഇതുവഴി ഇറങ്ങുന്നേ അവിടെ ഒരു വഴിയാണ്. ഇതിലൊരു 5-6 ആൾ വെച്ചിട്ടുണ്ടാവും. രണ്ടുണ്ട്. എന്തോ ഭാഗത്തിന് അവിടെ നിന്ന് ഇവിടം വരെ എത്തിപ്പെട്ട്. ഇതാണ് കൊട്ടിയൂര് അമ്പലം. എത്തി ലാസ്റ്റ്. അതിന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കുഴപ്പമില്ല. എന്നാലും ഇവിടുത്തെ വെള്ളം ഇവിടെ നിന്നാണ് റോഷ വരുന്നേ. സൂപ്പർ നാച്ചുറൽ. അമ്മ ഫാൻസ് അതുകൊണ്ട് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നത് ഫാൻസിനെ കിട്ടി. യൂട്യൂബറാന്ന് അറിഞ്ഞിട്ടാ ഫാൻസ് അറിഞ്ഞു. ഫാൻസ് ലൈറ്റൊക്കെ ആയിട്ട് സെറ്റപ്പാ. നമ്മളെ ആനെ കാണാനായിട്ട് രണ്ടാണ്. അത് രണ്ടെണ്ണത്തിന് നമുക്ക് മഴ പെയ്യുന്നുണ്ട്. മഴ ഓണ്ടോരത്തിന് ഓടിപ്പോയി. മഴ ഇല്ലെങ്കിലും ഓക്കെ, മഴ ഉണ്ടെങ്കിൽ പെട്ടു പണിയാ. നെയ്പായസം ഇതിന് എത്ര രൂപയാ ഏച്ചേ? എത്ര രൂപയാ? 100 രൂപ. സാരി അച്ചയോട് ചോദിക്കാം. ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ കാല് കഴുകിയിട്ട് ഇറങ്ങാൻ എങ്ങനെയാണ്? ഇവിടെ കാല് കഴുകിട്ട് ഇറങ്ങുന്നില്ലേ? അങ്ങനെയൊന്നുമില്ല. കയറുമ്പോഴോ പ്രശ്നമില്ല. ഇവിടെ സാറിന് കയറി നമ്മളാ വെള്ളത്തിൽ ഇറങ്ങിയിട്ടല്ലേ അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. വട്ടത്തിൽ നടന്ന് പ്രദർശനം വെച്ചതിന് ശേഷമാണ് ഉണ്ടാക്കുക. തിരുവാഞ്ചിറയിലൊരു പ്രദർശനം വെച്ചതിന് ശേഷം നമ്മൾ ദർശനത്തിന് നിൽക്കുള്ളൂ. അപ്പോൾ കുഴപ്പമില്ല. നമ്മൾ കാലത്ത് ക്ലീൻ ആയില്ലേ മൊത്തം. വെള്ളം കുറച്ചുണ്ടല്ലോ. നമുക്കിന്നും വേറെ പരിപാടിയൊന്നുമില്ല. നമ്മളിനി എല്ലാം കഴിഞ്ഞ് വേറെ പോവാ, തിരിച്ച് പോവാ. താഴെയാണ് ചെരുപ്പിട്ടേക്കുന്നത്. ചെരുപ്പിടുക, കാലൊന്നും അവിടെ പോയി കഴുകണം. തീർന്നു.